ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്ന സലീം എന്ന് പറയുന്ന യുവതിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ആദ്യമായിട്ട് റീൽ എടുക്കുന്ന ഒരാൾ ജസ്ന സലീം അല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് റീൽ എടുത്തിട്ടുള്ള ഒരേ ഒരാളും ജസ്ന സലീം അല്ല. ഇപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്ക് അറിയാം, പല ആളുകളും അവിടെ വരുന്നത് റീൽ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് ജസ്ന സലീമിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു കേസ് എടുത്തതെന്ന് നിങ്ങൾ ആലോചിച്ചു. ഉത്തരം ഒന്ന് തന്നെയുള്ളൂ, അവരുടെ മതം തന്നെയാണ് പ്രശ്നം. ഈ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി ഒരു മുസ്ലിം മതവിഭാഗത്തിൽ പറ്റിയിട്ടുള്ള ഒരു യുവതിയാണ്. അവർ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് അത് വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന ഒരു യുവതിയും കൂടിയാണ്. ഇവരുടെ തുടക്ക സമയത്ത് ഒരുപാട് ഹിന്ദുക്കൾ, പറയാതിരിക്കാൻ വയ്യ, വളരെ നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവരെ തന്നെ എടുത്ത് താഴോട്ടിട്ടു. സംഭവം എന്താണെന്നുള്ളതും എന്തിനിവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള, ഏതൊരു ദൈവത്തെയും ആരാധിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ ജസ്ന സലീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ ഇവർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് മതം ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് തന്നെ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇവരുടെ പിറന്നാളിന് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന രംഗമൊക്കെ ഇവർ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ. പ്രധാനമായും ഇവർ കണ്ണൻ്റെ പേര് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇവരുടെ ബിസിനസ്സിന് വേണ്ടി തന്നെയാണ്. ഇങ്ങനെ ഒരു കേസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ജസ്ന സലീമിൻ്റെ തന്നെ ഓവർ പെർഫോമൻസ് ആണ്. ഓൾറെഡി അവർ കേക്ക് മുറിച്ചതിനെ തുടർന്ന് പ്രശ്നമുണ്ടായതും ക്ഷേത്ര പരിസരത്ത് വീഡിയോയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും എല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. വീണ്ടും അവിടെ പോയി കൃഷ്ണന് മാല ഇടുകയും, എങ്കിൽ എന്നാൽ മാല ഇട്ടിട്ട് അങ്ങ് പോയാൽ പോരെ, അത്രയും ഭക്തിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കൃഷ്ണന് മാല ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. അത് വീണ്ടും വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നം, ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുത്തത് ഇവർ തന്നെയാണ്. അതിൻ്റെ ഒരു ആവശ്യവും അവർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിഷയത്തിൽ വളരെ കൂലങ്കഷമായി ചിന്തിക്കാനും മാത്രം ഒന്നുമില്ല. മതം മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇമാതിരി പ്രഹസനങ്ങളൊന്നുമില്ലാതെ ഇവരൊരു സൈഡിൽ കൂടെ ഈ മതം ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പണ്ട് ഇവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ സപ്പോർട്ട് ഇപ്പോഴും ഇവർക്ക് മുന്നോട്ട് കിട്ടിയേനെ. പക്ഷേ ഇവരുടെ ഈ ഓവർ പെർഫോമൻസും ഈ ഓവറായിട്ടുള്ള കുറേ കാട്ടിക്കൂട്ടലുകളും കാരണമാണ് ഇന്ന് ഇവരുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. ഇവർ തന്നെ പറയുന്നുണ്ട് ഇവരൊരു കൃഷ്ണഭക്തയാണ് എന്നുള്ളത്. അവർക്ക് ആരെ വേണമെങ്കിലും പൂജിക്കാം, അവർക്ക് ആരെ വേണമെങ്കിലും ആരുടെ വേണമെങ്കിലും ഭക്തയാവാം. അവർക്കിത് ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ രാജ്യത്ത് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ആരുടെ മുന്നിലും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു ഭക്തയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇതുപോലുള്ള ഷോ ഓഫുകളുടെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേത്ര നടയിൽ പോയിട്ടാണോ ആരെങ്കിലും പിറന്നാളിന് കേക്ക് കട്ട് ചെയ്യുന്നത്? ഏത് ഭക്തിയാണ് അങ്ങനെ ചെയ്യുന്നത്? അതൊന്നും ചിന്തിക്കാതെ അവരവരുടെ റീച്ച് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ഈ ഒരു ഓവർ പെർഫോമൻസ് കൊണ്ട് ആകെ ഉണ്ടായിട്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ വന്ന് റീൽ എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ആളുകളുടെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ